സൈബർ തട്ടിപ്പിൽ ആർക്കും രക്ഷയില്ല. ജഡ്ജിമാരും വൈദികന്മാരും എല്ലാം ഈ കെണിയിൽപ്പെടും. മൊബൈൽ ഫോണിന്റെ റിംഗ് ടോണിനൊപ്പം തട്ടിപ്പിലെ വഴികൾ നിരന്തരം അറിയിച്ചിട്ടും ഫലമില്ല. ഓൺലൈൻ മൊബൈൽ ട്രേഡിംഗ് ആപ്ലിക്കേഷനിലൂടെ അമിത ലാഭം വാഗ്ദാനം ചെയ്ത് വൈദികനിൽ നിന്ന് പലതവണയായി 1.41 കോടി രൂപ തട്ടിയെടുത്തെന്ന പരാതിയും മുന്നറിയിപ്പുകൾ ആരും കേൾക്കുന്നില്ല എന്നതിന് തെളിവാണ്. 850% ലാഭം വാഗ്ദാനം ചെയ്താണ് വൈദികനുമായി സംഘം ഇടപാട് സ്ഥാപിച്ചത്. ആദ്യം 50 ലക്ഷവും പിന്നീട് 17 ലക്ഷവും ഇടപാടുകാർക്ക് നൽകി. വാഗ്ദാനം ചെയ്ത രീതിയിൽ പണം തിരികെ നൽകിയതോടെ പലരിൽ നിന്നായി സ്വരൂപിച്ച 1.41 കോടി വൈദികൻ വീണ്ടും നിക്ഷേപിച്ചു. പിന്നീട് വൈദികന് സംഘത്തെ ബന്ധപ്പെടാൻ കഴിയാതെയായി. അതായത് ആദ്യം വിശ്വാസം നേടിയെടുത്തു ആ സംഘം. ആ കെണിയിൽ വൈദികൻ വീണു. കൂടുതൽ പണമിട്ടപ്പോൾ മുങ്ങുകയും ചെയ്തു. പണം നഷ്ടമായി എന്ന് ഉറപ്പായതോടെയാണ് വൈദികൻ പോലീസിൽ പരാതി നൽകിയത്. അന്വേഷണം ആരംഭിച്ചതായി കടുത്തുരുത്തി SHO TS റെനീഷ് അറിയിച്ചു. പ്രശസ്തമായ ഒരു കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ വ്യാജ പതിപ്പിലൂടെയാണ് പണം തട്ടിയത്.